ഇന്ന് നമ്മൾ ഇൻവെസ്റ്റിങ്ങിൻ്റെ 3 റൂളുകളെ കുറിച്ചാണ് പറയുന്നത്. 3 റൂൾസ് ഓഫ് ഇൻവെസ്റ്റിംഗ്. നമ്മളെല്ലാവരും ഇൻവെസ്റ്റേഴ്സ് ആണോ? നമ്മൾ ഇൻവെസ്റ്റർ ആണെന്നാണ് നമ്മുടെ വിചാരമെങ്കിൽ അതെങ്ങനെ അറിയും? നമുക്ക് നോക്കാം. ഞാൻ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തു, എന്നാൽ ശരിക്കും ഞാനൊരു ട്രേഡറാണ്. കാരണം ഒരു ചെറിയ പ്രോഫിറ്റ് കാണുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ചെറിയ ലോസ് കാണുമ്പോൾ ഞാൻ ആ സ്റ്റോക്കിൽ നിന്ന് എക്സിറ്റ് ആകുന്നുണ്ട്. നിങ്ങളിങ്ങനെയാണോ? ഇൻവെസ്റ്റിങ്ങിന് പ്രധാനമായും 3 റൂളുകൾ ഫോളോ ചെയ്യാം എന്നാണ് പറയപ്പെടുന്നത്. ഫസ്റ്റ് റൂൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ അതിൻ്റെ പീരീഡാണ്. ഒരു ഇൻവെസ്റ്റർ എപ്പോഴും ഒരു ലോങ് ടൈം പൊസിഷനാണ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയൊരു പ്രോഫിറ്റ് കാണുമ്പോഴോ പോർട്ട്ഫോളിയോയിൽ ലോസ് ആകുമ്പോഴോ എക്സിറ്റ് ആകുന്നില്ല. ഇങ്ങനെ എക്സിറ്റ് ആകുന്നുവെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്? അതുതന്നെയാണ് ഇൻവെസ്റ്റിങ്ങിൻ്റെ രണ്ടാമത്തെ റൂളും. ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുകയാണ് സെക്കൻഡ് റൂൾ. അതായത് ഇൻവെസ്റ്ററായ എന്നെ ട്രേഡർ മോഡിലേക്ക് സ്വിച്ച് ചെയ്തത് എൻ്റെ ഇമോഷൻസ് ആണ്. എൻ്റെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? എൻ്റെ ബ്രെയിനാണ്. നമ്മുടെ ബ്രെയിൻ എപ്പോഴും ഒരു അലേർട്ട് മോഡിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ അലേർട്ട് മോഡിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ബ്രെയിൻ കൊണ്ടാണ് സ്റ്റോക്ക് മാർക്കറ്റിനെ സമീപിക്കുന്നതെങ്കിൽ ഒരു ചെറിയ പ്രോഫിറ്റ് കാണുമ്പോൾ അല്ലെങ്കിൽ ലോസ് ആകുമ്പോൾ നമ്മുടെ ബ്രെയിൻ അലേർട്ടാകും, അതിനെ എക്സിറ്റ് ആക്കുവാൻ പറയും. സോ നമ്മുടെ ബ്രെയിനെ നമ്മൾ ട്രെയിൻ ചെയ്യണം. അതിനായി മെഡിറ്റേഷന് അല്ലെങ്കിൽ ബ്രെയിനിനെ മെഡിറ്റേഷനിലേക്ക് നയിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ കാമാക്കാൻ പറ്റുന്ന പുതിയ പുതിയ ഹോബികളിലേക്കും നമുക്ക് തിരിയേണ്ടതുണ്ട്. അങ്ങനെ നമ്മുടെ ബ്രെയിനെ ട്രെയിൻ ചെയ്യുകയാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമതായിട്ട് നമ്മുടെ ഇമോഷണലി നമ്മൾ ഡെവലപ്പ് ചെയ്ത് വെച്ച നമ്മുടെ ബ്രെയിൻ, അത് നമ്മുടെ കൂടെയുണ്ട് എങ്കിൽ നമുക്ക് ഒരു ലോങ് ടൈം ഇൻവെസ്റ്റർ ആകാൻ സാധിക്കുമോ? ഇല്ല. മൂന്നാമത്തെ റൂളും കൂടെ നമുക്ക് അതിനു വേണ്ടി നോക്കേണ്ടതുണ്ട്. തേർഡ് റൂളാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ സെലക്ട് ചെയ്തിരിക്കുന്ന ഈ സ്റ്റോക്ക് ലോജിക്കലായിരിക്കണം അല്ലെങ്കിൽ ഫണ്ടമെന്റലി നല്ലതുമായിരിക്കണം. ഇതാണ് മൂന്നാമത്തെ റൂൾ. ഒന്നാമത്തെ റൂളായ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റും രണ്ടാമത്തെ റൂളായ ഇമോഷനെ കൺട്രോൾ ചെയ്യുകയും മൂന്നാമതായി ഫണ്ടമെന്റലി ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യുകയും ചെയ്യണം. ഈ 3 റൂളുകളും ഫോളോ ചെയ്തായിരിക്കണം ഒരു ഇൻവെസ്റ്റർ രൂപം കൊള്ളേണ്ടത്. അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റോക്കുകൾ തിരഞ്ഞെടുത്ത് ഷോർട്ട് ടൈമിൽ നമ്മളൊരു ട്രേഡറായിട്ട് എക്സിറ്റ് ചെയ്യും. എന്നാൽ ഈ ഒരു ട്രേഡർ എന്നൊരു ലേബൽ ഒരിക്കലും മോശമല്ല. കാരണം നമുക്കൊരു സ്വിംഗ് ട്രേഡർ ആകാനും അല്ലെങ്കിൽ ഇൻട്രാഡേ ട്രേഡർ ആകാനും അതിനും ഒരു സ്കില്ല് വേണം. ഈ ഒരു സ്കിൽ നമ്മൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മളൊരു ട്രേഡറായിട്ട് മുന്നോട്ട് പോകുന്നത്. എന്നാൽ നമ്മൾ പലപ്പോഴും നമ്മുടെ ലക്ഷ്യം ഇൻവെസ്റ്റർ ആയിരിക്കുക അല്ലെങ്കിൽ ലോങ് ടൈം ഗോൾസ് ആയിരിക്കും. ആ ഒരു ലോങ് ടൈം ഗോൾസിലേക്ക് പോകുന്നതിനെ നമ്മളെ തടയുന്നത് മിക്കവാറും ഈ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാതെ നമ്മുടെ ബ്രെയിൻ രൂപപ്പെടുത്തിയിരിക്കുന്ന ആ ഒരു അലേർട്ട് മോഡാണ്. സോ ഈ 3 റൂളുകളും ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ നമുക്കൊരു ഇൻവെസ്റ്റർ ആയിട്ട് ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റർ മോഡിലേക്ക് നമ്മൾ സ്വിച്ച് ചെയ്യപ്പെടുകയുള്ളൂ. ഇൻവെസ്റ്റർ ആകാനാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ഈ 3 റൂളുകളും ഫോളോ ചെയ്ത് നമുക്ക് നല്ലൊരു ഇൻവെസ്റ്റർ ആകാം. പുതിയ അറിവുകളുമായി നമുക്ക് വീണ്ടും കാണാം.